തിരുവനന്തപുരത്തെ വെമ്പായത്ത് ഒരു ബാറിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു. ബാർ തീയിട്ടു, പലർക്കും പരിക്കുണ്ട്. അതിൽ ഒരാളുടെ നില ഗുരുതരമെന്നാണ് അറിയുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ് വെമ്പായം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ബാറിൽ രണ്ട് ആളുകൾ തമ്മിൽ തർക്കമുണ്ടാകുന്നു. ശേഷം ഒരാൾ പെട്രോൾ വാങ്ങി കത്തിച്ച് ഈ തർക്കമുണ്ടായവരെ നേർക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചത്. ഈ ചെരുപ്പിന്റെ ഭാഗങ്ങളൊക്കെ കാണാം, കത്തിക്കരിഞ്ഞ വസ്ത്രത്തിന്റെ ഭാഗവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ ഇപ്പോഴും ഈ കത്തിക്കരിഞ്ഞ ആ ഒരു ഗന്ധം നിൽപ്പുണ്ട്. അപ്പോൾ വലിയ ഭീതിയിലായിരുന്നു ഹോട്ടൽ ജീവനക്കാരെല്ലാവരും. നമുക്ക് ഈ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ഈ കത്തിക്കരിഞ്ഞതിന്റെ പാടുകൾ കാണാം. ഈ വഴിയാണ് അവരെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അതായത് അല്പസമയം മുൻപ്, അതായത് 10 മണി കഴിയുമ്പോഴാണ് ഈ ബാറുമായി ബന്ധപ്പെട്ട് എ സി എക്സിക്യൂട്ടീവ് ബാറിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. രണ്ട് സംഘങ്ങൾ തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. ആ സംഘർഷമുണ്ടായ ശേഷം ആ ഒരു തർക്കത്തിലേക്ക് പോയ ശേഷമാണ് അതിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പുറത്തു പോയി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങി മടങ്ങിയെത്തി തർക്കമുണ്ടായ ആൾക്ക് നേരെ പെട്രോൾ ഒഴിക്കാൻ. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഈ എ സി എക്സിക്യൂട്ടീവ് ബാർ. അത് പൂർണ്ണമായി കത്തിനശിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. ആ ഘട്ടത്തിൽ ബാർ ജീവനക്കാരാണ് ആദ്യഘട്ടത്തിൽ ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചത്. പിന്നീട് അഗ്നിരക്ഷാസേന എത്തി. അതിനുശേഷമാണ് പൂർണ്ണമായി ഇത് അണയ്ക്കാൻ കഴിഞ്ഞത്. നമുക്ക് ആ നിലത്തെ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം വലിയ ഭീതിയായിരുന്നു ഇവിടെ എന്തായാലും ഉണ്ടായിരുന്നത്. ഇവിടെ ഈ രക്ഷാസേന എത്തി, അതിനോടൊപ്പം തന്നെ ഈ ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. എന്തായാലും ഈ മദ്യപ സംഘങ്ങൾ തമ്മിലുള്ള ഒരു തർക്കമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നാലു പേരുള്ളൊരു സംഘവും, 4 പേരടങ്ങുന്ന ഒരു സംഘവും, അതിനോടൊപ്പം തന്നെ ഒരാൾ അവരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു. അവർ ഒരു മർദ്ദനമുണ്ടാകുന്നു. അതിനുശേഷം ഇയാൾ പുറത്തു പോയി തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ പോയാണ് ഇത്തരത്തിൽ പെട്രോൾ ഒഴിച്ചത്. ഈ പെട്രോൾ ഒഴിച്ചയാളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ബാറിന്റെ ചുമതലയുള്ള ആളുണ്ട്. എന്താ സംഭവിച്ചത്? ഇപ്പോൾ അത് അവിടെ കുറച്ചൊരു 10-15 പേരോളം മദ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വന്നവർ ആ ഒരു സോഫ സെറ്റിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ ആദ്യം വന്നവർ പുള്ളിക്കാരൻ വന്ന് നോക്കുകയും അവരെ വന്ന് നോക്കിയതിന് ശേഷം പുറത്ത് പോയിട്ട് ഈ കുപ്പിക്കകത്ത് പെട്രോളോ ഡീസലോ അങ്ങനെ എന്തോ കൊണ്ടുവന്ന് ഇവരെ പുറത്തോട്ട് തെളിച്ചിട്ട് കത്തിക്കുമായിരുന്നു ചെയ്തത്. അതിന്റെ മുമ്പ് സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. ആ സംഭവം ഇതിനകത്ത് നടന്ന സംഭവം ഇതാ. സംഘർഷവും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് പെട്ടെന്നുള്ള സംഭവമായിരുന്നു. ഈ പുള്ളിക്കാരൻ വന്ന് നേരെ അങ്ങ് ഒഴിക്കുമായിരുന്നു ചെയ്തിട്ടുള്ളത്. ഇതിപ്പം നമ്മുടെ ഇരുന്ന ആ സോഫ സെറ്റും കാര്യങ്ങളും എ സികളും എല്ലാം അത്യാവശ്യം നമ്മുടെ എക്സിക്യൂട്ടീവ് എ സി ബാർ ആൾമോസ്റ്റ് ഒരു 80% കത്തിയ ഒരു അവസ്ഥയാണ്. എന്തോ എത്ര പേരുണ്ടായിരുന്നു? എവിടെ കസ്റ്റമേഴ്സായിട്ടോ എനിക്ക് ആൾമോസ്റ്റ് ഒരു 80% സീറ്റ് ഫുള്ളായിരുന്നു. അവരൊക്കെ അപ്പോഴത്തേനും ഇത് കണ്ടപ്പോഴത്തേനും ഇവർ ഇറങ്ങി ഓടുക ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഈ പറയുന്ന ഇതിപ്പോൾ ഏകദേശം നമുക്ക് പറഞ്ഞില്ലേ, നമുക്കിപ്പോൾ ഏകദേശം ആ ലിക്കറിൻ്റെ എന്തോ വലിയ ഭാഗത്തിനാണ് ആ ലിക്കർ ഇരിക്കുന്ന സൈഡിലോട്ട് പോകാഞ്ഞതൊക്കെ വളരെ ഭാഗ്യം, അല്ലെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാവേണ്ടിയിരുന്നതായിരുന്നു. മുമ്പ് കണ്ട് പരിചയമല്ലോ ഉണ്ടോ? ഇവരെ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സാണ്. നമുക്ക് സ്ഥിരം വരുന്ന ആൾക്കാർ തന്നെ. ഈ ഇരുന്ന മേഖല എനിക്ക് തോന്നുന്നു ഇതിന് ചുറ്റുവട്ടത്തുള്ള ഏരിയയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇത് ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ. അതെ. അത് അങ്ങനെയൊക്കെയുള്ളതാണ്. വ്യക്തിപരമായിട്ട് കറക്റ്റ് അറിയത്തില്ലെങ്കിലും ഇവിടെ വരുന്ന ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നമുക്കറിയാം. അതായത് ഒരു സംഘവുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. അല്ല, തർക്കം നമ്മുടെ മുന്നിൽ നമ്മൾക്ക് ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഈ കത്തിച്ച പുള്ളിക്കാരൻ നേരെ ഈ ആദ്യം വന്ന് ഇവരെ ഒന്ന് വിലയിരുത്തി വന്ന് നോക്കിയതിന് ശേഷം പുറത്തു പോയി ഈ കുപ്പിയിൽ പെട്രോളോ ഡീസലോ അങ്ങനെ എന്തോ ആയിട്ട് വന്നിട്ട് ഇവരെ പുറത്തോട്ട് ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? പുള്ളിക്കാരൻ ഒരാളെ ഉള്ളായിരുന്നു. അവിടെ ഏകദേശം ഒരു 10-15 പേരോളം ഉണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു. ഭീതിയായില്ലേ? അതെ. പിന്നെ അത് ഒന്നാമത് ലിക്കറും കൂടെ ആണ്. എല്ലാം വളരെ അത് ഇപ്പോഴും തന്നെ എനിക്ക് ആ ഒരു ഭയം മാറിയിട്ടില്ല. ജീവനക്കാർക്ക് പരിക്കൊന്നുമില്ല, എങ്കിലും എല്ലാവരും ഭയന്നു പോയി. ഒരുപാട് നാശനഷ്ടം ഉണ്ടായത്. അത്യാവശ്യം എല്ലാം ഈ ടൈലും കാര്യങ്ങളും എല്ലാം പൊട്ടി, റൂഫ് പോയി, ബാത്റൂമിലെ ഗ്ലാസ്സുകളെല്ലാം പൊട്ടി. അങ്ങനെ നല്ലൊരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായി മുന്നിലേക്ക് വരികയാണ്. അതായത് ഒരാളെത്തി ആരൊക്കെയുണ്ട് എന്ന് നോക്കിയ ശേഷമാണ് അങ്ങനെ ഒരു 10 പേരിലധികം അടങ്ങുന്ന ഒരു സംഘത്തിന് നേരെ അവരെ
അവരെ ആക്രമിക്കാൻ വേണ്ടി ഈ പെട്രോൾ വാങ്ങി ഒഴിച്ചത്. എന്തായാലും വലിയ അപകടമാണ് ഒഴിവായത്. കാരണം 80% ആളുകൾ ആ സമയത്ത് എക്സിക്യൂട്ടീവ് ബാറിലുണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു, ബാക്കി മദ്യശേഖരമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നെങ്കിൽ വലിയ അപകടമായേനെ. എന്തായാലും നിലവിൽ 4 പേർ ഗുരുതരമായി പരിക്കേറ്റ്, ഈ പെട്രോൾ ഒഴിച്ചയാൾ ഉൾപ്പെടെ 4 പേർ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കിംസ് ആശുപത്രിയിലും ചികിത്സയിലാണ്. ശരി. രാഹുൽ ജി നാളാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ വെമ്പായത്താണ് ഒരു ബാറിൽ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുകയും ഒരാൾ പെട്രോളോ ഡീസലോ മറ്റോ ആയി അങ്ങോട്ടേക്ക് എത്തി ആളുകളെ മേലേക്ക് ഒഴിച്ച് തീയിട്ടത്. ഒരാളുടെ നില ഗുരുതരമെന്നാണ് അറിയുന്നത്.